അനാഥാലയത്തിന്റെ കുന്നിൻ ചെരുവിലുള്ള പടികൾക്കടുത്തെത്തിയപ്പോൾ മഴ ശക്തിപ്പെട്ടു. അവൾ കിതച്ചുകൊണ്ട് ആ നീണ്ട പടികൾ ഓടിക്കയറാൻ തുടങ്ങി. ഇരുട്ടിൽ ഓരോ പടിയും കയറുമ്പോൾ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ ആരുടെയോ കാൽപ്പെരുമാറ്റം. ഇന്ന് അത് വ്യക്തമാണ്. അത് തന്റെ തോന്നലല്ല. അവൾ വേഗത കൂട്ടി. ശ്വാസം കിട്ടാതെ അവളുടെ നെഞ്ചു പിടഞ്ഞു. ദൈവമേ, എന്നെ രക്ഷിക്കണേ! മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അവസാനത്തെ പടികളിലേക്ക് കുതിച്ചു. ഒടുവിൽ അവൾ പടവുകൾക്ക് മുകളിലെത്തി. അനാഥാലയത്തിന്റെ സുരക്ഷിതത്വം അവൾക്ക് മുന്നിലുണ്ട്. അവൾ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. മുന്നോട്ട് നടക്കാനായി തിരിഞ്ഞതും അവളുടെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ ശബ്ദം നിലച്ചുപോയി. ആരാണ് ഈ അപരിചിതൻ? ഈ നിഴൽ തന്നെ പിന്തുടരുന്നത് എന്തിനാണ്? അവളുടെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. മഴയിൽ കുതിർന്ന നീളമുള്ള സുന്ദരനായ ഒരു യുവാവ്. അനാമിക, അയാൾ വിളിച്ചു. അവളുടെ ശ്വാസം നിലച്ചുപോയി. ആരാണ് ഈ അപരിചിതൻ? ഈ നിഴൽ തന്നെ പിന്തുടരുന്നത് എന്തിനാണ്? നിങ്ങൾ നിങ്ങൾ ആരാണ്? ഭയത്തിൽ അവളുടെ ശബ്ദം വിറച്ചു. യുവാവ് ശാന്തനായി ഒരു പുഞ്ചിരി നൽകി. ഭയപ്പെടേണ്ട അനാമിക, എന്റെ പേര് അരുൺ. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. അരുൺ, സിസ്റ്റർ സൂസനോട് സംസാരിച്ചപ്പോൾ സത്യം പുറത്തു വരുമെന്ന് സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. പക്ഷേ ഈ യുവാവ് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചും പാത്തും നടന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ പിന്തുടരുന്നത്? എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? അവളുടെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു. എന്നെപ്പോലെ ഒരു സാധാരണ പെൺകുട്ടിയെ പിന്തുടരേണ്ട ആവശ്യം നിങ്ങൾക്കെന്താണ്? അരുൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഈ ലോകത്തോട് പൊരുതാനുള്ള നിന്റെ ധൈര്യം, അതാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് നല്ല ജോലിയുണ്ട്. അരുൺ കുനിഞ്ഞ് മഴയത്ത് നനഞ്ഞ അവളുടെ കൈകളിൽ ഒന്ന് തൊടാൻ ശ്രമിച്ചു. ദയവായി എന്നെ വിശ്വസിക്കണം. നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാം. നീ ഒരു അനാഥയാണെന്ന്. അനാമികയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാനാണ്? അവൾ അവനിൽ നിന്നും അകന്നു നിന്നു. അരുൺ ആ മഴയത്ത് പടവുകളുടെ തണുപ്പിൽ നിന്ന് ഒരടി മുന്നോട്ട് വന്നു. നിന്റെ ജീവിതം ഒരു പോരാട്ടമാണ്. അതിൽ ഞാനും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ആ ചോദ്യം കേട്ട് അവൾ തകർന്നു പോയി. അവളുടെ മുഖത്ത് ഞെട്ടലും അവിശ്വാസവും നിഴലിച്ചു. അവൾ മറുപടി പറയാതെ അരുണിനെ മറികടന്ന് വേഗത്തിൽ അനാഥാലയത്തിലേക്ക് ഓടിക്കയറിപ്പോയി. അരുൺ അതേ മഴയത്ത് ഒരു നിമിഷം നിസ്സഹായനായി പടവുകളിൽ നിന്നു. അനാമിക നേരെ ചെന്നത് സൂസൻ സിസ്റ്ററുടെ മുറിയിലേക്കാണ്. അവളെ കണ്ടപ്പോൾ തന്നെ ആ മുഖത്തെ അസാധാരണമായ പരിഭ്രമം തിരിച്ചറിഞ്ഞു സിസ്റ്റർ. എന്താ എന്താ മോളെ, നീ ആകെ നനഞ്ഞിരിക്കുന്നല്ലോ, എന്തു പറ്റി? സിസ്റ്റർ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അനാമിക വിങ്ങിപ്പൊട്ടി. വാക്കുകൾ മുറിഞ്ഞുപോയി. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ തന്നെ പിന്തുടർന്ന യുവാവിനെ കുറിച്ചും അയാൾ തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയതിനെ കുറിച്ചും പറഞ്ഞു. സിസ്റ്റർ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഇത്രയും സാമ്പത്തികമുള്ള വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ എന്നെപ്പോലെ ഒരാളെ, ഒരു അനാഥയെ, ഇത് സത്യമാണോ? അതോ എന്നെ കളിയാക്കാൻ വന്നതാണോ? അനാമിക കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സിസ്റ്റർ അവളുടെ തലയിൽ തലോടി. ഈ ലോകം നിന്നെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. പേടിക്കേണ്ട. അനാമികയുടെ പേടി കണ്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞു. ഞാൻ അവനെക്കുറിച്ച് അന്വേഷിക്കാം. അരുൺ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ആരാണെന്നും അവന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം. നിനക്ക് ആർക്കിടെക്ട് ആവാനുള്ള നിന്റെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു കൈത്താങ് ജീവിതത്തിൽ ആവശ്യമാണ്. നിന്റെ തീരുമാനമാണ് ഏറ്റവും വലുത്. പക്ഷേ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. സിസ്റ്ററുടെ വാക്കുകൾ കേട്ടപ്പോൾ അനാമികയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു തിരി തെളിഞ്ഞു. സിസ്റ്ററുടെ സ്നേഹത്തിനു മുന്നിൽ ലോകത്തിലെ എല്ലാ ഭയവും ചെറുതായി തോന്നി. അടുത്ത ദിവസങ്ങളിൽ സിസ്റ്ററുടെ ഉറപ്പുള്ള വാക്കുകൾ അനാമികയ്ക്ക് വലിയ ആശ്വാസം നൽകി. സിസ്റ്റർ അരുണിനെ കുറിച്ച് രഹസ്യമായി അന്വേഷിക്കുകയും അയാൾ
ഒരു നല്ല കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള യുവാവാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അരുൺ പതിവായി അവളെ പിന്തുടർന്നെങ്കിലും ഒരു നിശ്ചിത അകലം പാലിച്ചു. ഓരോ ദിവസവും ഒരു പുഞ്ചിരിയോടെയും ബഹുമാനത്തോടെയുമാണ് അവൻ അവളെ നോക്കിയത്. അനാമികയുടെ ഉള്ളിലെ ഭയം പതിയെ ആകർഷണമായി മാറി. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോൾ റോഡരികിൽ ഒരു പഴയ പുസ്തകക്കടയ്ക്ക് മുന്നിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടി. അനാമിക ഒരു ആർക്കിടെക്ചർ പുസ്തകം തിരയുകയായിരുന്നു. നീ ഈ പുസ്തകമാണ് നോക്കുന്നതെങ്കിൽ എന്റെ അടുത്ത് ഇതിലും നല്ലൊരു എഡിഷൻ ഉണ്ട്, അരുൺ പറഞ്ഞു. അന്ന് അവർ പുസ്തകങ്ങളെക്കുറിച്ചും ആർക്കിടെക്ചറിനെ കുറിച്ചും അനാമികയുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ഒരുപാട് സംസാരിച്ചു. ആ സമയത്ത് അരുൺ അവൾക്ക് ഒരു അപരിചിതനല്ലായിരുന്നു. അവളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരുടെ കണ്ടുമുട്ടലുകൾ കൂടുതൽ മനോഹരമായി. അനാമികയ്ക്ക് അറിയാത്ത ആർക്കിടെക്ചർ പ്രോജക്റ്റുകളെ കുറിച്ചും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അരുൺ അവൾക്ക് ക്ലാസ് എടുത്തു. അരുണിന്റെ കാറിന്റെ ബോണറ്റായിരുന്നു അവരുടെ താൽക്കാലിക ഡെസ്ക്. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് അനാഥാലയത്തിന്റെ പടികളിൽ ഇരുന്നു കൊണ്ട് അവർ നക്ഷത്രങ്ങളെ നോക്കി സംസാരിച്ചു. അരുൺ ഗൾഫിലെ തന്റെ ജോലിയെക്കുറിച്ചും തന്റെ കുടുംബത്തിന്റെ ബിസിനസ് സ്വപ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. അനാമിക ആകാംക്ഷയോടെ അത് കേട്ടിരുന്നു. അരുൺ ഒരിക്കൽ ഒരു ദിവസം അവൾക്കൊരു മൊബൈൽ ഫോണും ഒരു പേനയും സമ്മാനിച്ചു. ഈ പേന കൊണ്ട് നീ വലിയ വലിയ കെട്ടിടങ്ങളുടെ പ്ലാനുകൾ വരയ്ക്കണം. ആ ചെറിയ സമ്മാനം അവൾക്ക് വലിയ പ്രോത്സാഹനമായിരുന്നു. ഇനി നീ ഒറ്റയ്ക്കല്ല. പേടി വരുമ്പോൾ നീ എന്നെ വിളിക്കണം. ഞാൻ നിന്റെ നിഴലായി എപ്പോഴും കൂടെ ഉണ്ടാകും. ഈ മനോഹരമായ നിമിഷങ്ങളിലൂടെ അനാമികയുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായും മാറാൻ തുടങ്ങി. അനാഥയാണെന്ന കാരണം കൊണ്ട് ആളുകൾ കാണിക്കുന്ന സഹതാപമല്ല, മറിച്ച് അവളുടെ സ്വപ്നങ്ങളെയും ധൈര്യത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ് അരുണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അവന്റെ കണ്ണുകളിൽ കണ്ട ഇഷ്ടവും വിശ്വാസവും അവളെ അവനിലേക്ക് അടുപ്പിച്ചു. കൂടുതൽ അടുപ്പത്തിലായതിനു ശേഷം ഒരു ദിവസം അനാമിക അരുണിനോട് വിവാഹത്തിന് സമ്മതം അറിയിച്ചു. എന്നാൽ അതിനു മുൻപ് തന്റെ ഭൂതകാലം മുഴുവൻ അവനോട് തുറന്നു പറയണമെന്ന് അവൾ തീരുമാനിച്ചു. അരുൺ, നിനക്കറിയണ്ടേ എങ്ങനെയാണ് ഞാനിവിടെ എത്തിയതെന്ന്? അരുൺ അവളെ സ്നേഹത്തോടെ നോക്കി. എനിക്ക് നിന്റെ കഥ കേൾക്കണം അനാമിക. ആദ്യം തൊട്ട്. അന്ന് അവർ ആദ്യമായി കണ്ടുമുട്ടിയ അതേ പടികളിൽ ഇരുന്നു കൊണ്ട് അനാമിക തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അനാമികയുടെ ജീവിതകഥ മുഴുവൻ കേട്ട അരുൺ അവളെ ചേർത്തു പിടിച്ചു. നമ്മുടെ വിവാഹം ഉടൻ നടക്കും. നിന്റെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാക്കാൻ ഞാൻ കൂടെ ഉണ്ടാകും. അനാമികയുടെ സമ്മതം കിട്ടിയ ശേഷം അരുൺ തന്റെ വീട്ടിൽ കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ആഡംബരപൂർണമായ തന്റെ വീട്ടിലെ ഹാളിൽ അച്ഛനും അമ്മയും സഹോദരിയും ഇരിക്കുമ്പോൾ അരുൺ കയറി ചെന്നു. അമ്മേ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തി. അരുണിന്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. അമ്മ ദേവകിയമ്മ ആവേശത്തോടെ ചോദിച്ചു. ആഹാ, ആരാണ് ആ കുട്ടി? ഏത് തറവാട്ടിലെയാ? അവരുടെ ബിസിനസ് എന്താ? അരുൺ ഒരു നിമിഷം മൗനം പാലിച്ചു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, അവളുടെ പേര് അനാമിക. അവൾക്ക് വലിയ തറവാടോ ബിസിനസ്സോ ഇല്ല. അവൾ ഒരു അനാഥയാണ്. സ്നേഹക്കൂട് എന്ന അനാഥാലയത്തിലാണ് അവൾ വളരുന്നത്. അരുൺ പറഞ്ഞത് കേട്ടതും ദേവകിയമ്മയും സഹോദരി ആശയുടെയും മുഖം ഇരുണ്ടു. എന്താ നീ പറഞ്ഞത്? അനാഥയോ? ദേവകിയമ്മ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. തെരുവിൽ കിടന്ന ഏതോ ഒരു പെണ്ണിനെയാണോ നീ എന്റെ മരുമകളാക്കാൻ നോക്കുന്നത്? ഫാഷനബിളായ വസ്ത്രം ധരിച്ചിരുന്ന 20-കാരിയായ സഹോദരി ആശയും മുഖം ചുളിച്ചു. അയ്യേ ഏട്ടാ, എന്ത് മോശമാണ്! എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ എങ്ങനെ പറയും എന്റെ നാത്തൂൻ ഒരു അനാഥയാണെന്ന്? അവർക്ക് സ്റ്റാറ്റസ് പോലുമില്ലെന്ന്. അരുണിന്റെ അച്ഛൻ നിസ്സഹായനായി മൗനം പാലിച്ചു. അരുൺ അമ്മയുടെയും പെങ്ങളുടെയും മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, പണമല്ല എനിക്ക് വലുത്. ഇത് കേട്ട് ദേവകിയമ്മ ആക്രോശിച്ചു. നമുക്ക് വേണ്ടത് അന്തസ്സും പണവുമുള്ള വീട്ടിലെ കുട്ടിയെയാണ്. ഈ വിവാഹം നടക്കില്ല. ഇത് നീ മറന്നേക്ക്. അരുൺ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു അമ്മേ. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അനാമികയെ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അവിവാഹിതനായി തുടരും. എനിക്ക് വേണ്ടത് അവളെയാണ്, അവളുടെ പണമല്ല.
അരുണിന്റെ ആ ഉറച്ച തീരുമാനത്തിനു മുന്നിൽ ദേവകിയമ്മയ്ക്ക് ഒന്ന് പതറേണ്ടി വന്നു. മകൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവർക്കറിയാം. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അരുണിന്റെ നിർബന്ധത്തിന് വഴങ്ങി പെണ്ണ് കാണാൻ പോകാൻ അവർ സമ്മതിച്ചു. അരുൺ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് കുടുംബം അനാമികയെ കാണാനായി അനാഥാലയത്തിലേക്ക് വന്നത്. അരുണിന്റെ അച്ഛനും അമ്മ ദേവകിയമ്മയും സഹോദരി ആശയുമാണ് വന്നത്. സ്നേഹക്കൂടിന്റെ ഹാളിൽ സൂസൻ സിസ്റ്ററുടെ അടുത്തിരുന്ന അനാമികയുടെ നേർക്ക് ദേവകിയമ്മയുടെ കണ്ണുകൾ തറച്ചു. ആ നോട്ടത്തിൽ വാത്സല്യമോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല. പകരം ഒരുതരം പുച്ഛവും നീരസവും വ്യക്തമായിരുന്നു. അനാമിക ചായ നൽകാനായി ചെന്നപ്പോൾ ദേവകിയമ്മ കടുപ്പത്തിൽ ചോദിച്ചു, ഇവൾക്ക് സ്വന്തമായി എന്തെങ്കിലും സമ്പാദ്യമുണ്ടോ? എന്റെ മകനെ വിവാഹം കഴിക്കുമ്പോൾ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ലല്ലോ. അനാഥാലയം കണ്ടെത്തിക്കൊടുത്ത ഒരു ചെറിയ ജോലി മാത്രമല്ലേ ഉള്ളൂ. അനാമികയുടെ മുഖം വിളറി. സൂസൻ സിസ്റ്ററാണ് മറുപടി പറഞ്ഞത്. അനാമികയ്ക്ക് സ്വന്തമായി പണമില്ലായിരിക്കാം, പക്ഷേ അവൾക്ക് നല്ല വിദ്യാഭ്യാസവും ധൈര്യവുമുണ്ട്. അതവൾക്ക് ഞങ്ങൾ നൽകിയതാണ്. ദേവകിയമ്മ തണുപ്പുള്ള ചിരിയോടെ പ്രതികരിച്ചു. അതൊന്നും ഞങ്ങളുടെ നിലവാരത്തിന് പോരാ സിസ്റ്ററെ. ആശയും അമ്മയെ പിന്തുണച്ച് സംസാരിച്ചപ്പോൾ അരുൺ ഇടപെട്ടു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അമ്മേ, ഞാൻ കല്യാണം കഴിക്കുന്നത് അനാമികയെയാണ്. അവൾ എനിക്കൊരു കുറവല്ല, മറിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ദേവകിയമ്മയുടെ എതിർപ്പ് നിലനിൽക്കെ തന്നെ അരുണിന്റെ പൂർണ്ണ പിന്തുണയോടെ വിവാഹം തീരുമാനിക്കപ്പെട്ടു. അരുണിന്റെ സ്നേഹവും സുരക്ഷിതത്വവും അനാമികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. ഒടുവിൽ ദേവകിയമ്മയുടെ പൂർണ്ണമായ എതിർപ്പിനിടയിലും അനാഥാലയത്തിൽ വെച്ച് ലളിതമായി അവരുടെ വിവാഹം നടന്നു. സൂസൻ സിസ്റ്റർ ആയിരുന്നു അനാമികയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നത്. വിവാഹത്തിന് ശേഷം അരുണിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അനാമിക അനാഥാലയത്തിലെ തന്റെ കുടുംബത്തോട് വിട പറയാനായിട്ട് വന്നു. കുഞ്ഞുമാളു അവളെ പിരിയുന്നതിന്റെ വേദനയിൽ ഓടി വന്ന് അവളുടെ വിവാഹസാരിയിൽ മുറുകെ പിടിച്ചു. ചേച്ചി, ഇനി എപ്പോഴാ വരിക? എന്റെ മാളൂട്ടി, നിന്റെ കളിസ്ഥലം പണിയാൻ ചേച്ചി ഉടനെ വരും. അവസാനം സൂസൻ സിസ്റ്ററുടെ അടുത്തേക്ക് അവൾ ചെന്നു. സിസ്റ്ററുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പോയിട്ട് വാ. നിനക്കൊരു നല്ല ജീവിതം ദൈവം തരും. എപ്പോഴും നിന്റെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കണം. ഈ വീട് എപ്പോഴും നിനക്ക് വേണ്ടി തുറന്നിരിക്കും. സിസ്റ്ററെ കെട്ടിപ്പിടിച്ച് അനാമിക പൊട്ടിക്കരഞ്ഞു. അനാഥാലയത്തിലെ എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പോൾ താൻ പോകാൻ പോകുന്ന വീട്ടിലെ ഏകാന്തത അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അരുൺ അവളെ കാത്തു പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിനു മുമ്പ് അവൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ആ വീട്ടിലെ ഒരു വേലക്കാരിയായി ഒതുങ്ങിപ്പോകുമോ? അരുൺ അവളെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറ്റി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പുറമെ സന്തോഷം നടിച്ചെങ്കിലും ഉള്ളം മന്ത്രിച്ചു. എന്റെ സ്വപ്നങ്ങൾ തകരുകയാണോ? വിവാഹത്തിനു മുൻപ് അവൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ആ വീട്ടിലെ ഒരു വേലക്കാരിയായി ഒതുങ്ങിപ്പോകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.